ഹെമറോയിഡ്സ് ഉള്ള പേഷ്യൻസിന് LFT എന്തിനാണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു നഴ്സിംഗ് ലൈസൻഷർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയൊരു ടോപ്പിക്കാണിത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്കതൊന്ന് നോക്കാം എന്തിനാണെന്ന്. അപ്പോൾ എല്ലാ കേസുകളിലും ഹെമറോയിഡ്സ് ഉള്ള എല്ലാവർക്കും എന്താ പറയുക LFT ചെയ്യണമെന്നല്ല പറയുന്നത്. ഒരു സെക്കൻഡറി കോസ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റീസൺ പോർട്ടൽ ഹൈപ്പർ ടെൻഷനാണ്. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എവിടെയാണ് വരുന്നത്? ലിവർ ഡിസീസ് ഉള്ള, പ്രത്യേകിച്ച് സിറോസിസ് പോലുള്ള കേസുകളാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അപ്പോൾ ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻറ്റിൽ ഹെമറോയിഡ്സ് ഉണ്ടാകാം. അല്ലെങ്കിൽ അതുകൊണ്ട് തിരിച്ച് ചിന്തിക്കുക, ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഉള്ള ഒരു പേഷ്യൻ്റ് വരുമ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഉണ്ടായതല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഹെമറോയിഡ്സിന് മറ്റ് കോമൺ റീസൺസ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒബേസിറ്റി, പ്രഗ്നൻസി, ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഓക്കെ, പ്രൊലോങ്ഡ് സിറ്റിംഗ്, അങ്ങനെ കുറേ റിസ്ക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പം അതൊന്നും അല്ലാതെ ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻ്റ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പോർട്ടൽ വെയിൻ നമുക്കറിയാം, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്പ്ലീന്, പാൻക്രിയാസ് ഇങ്ങനെയൊക്കെയുള്ള ഓർഗൻസിൽ നിന്ന് വീനസ് ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് ലിവറിലോട്ട് കൊണ്ടുവരുന്ന ഒരു വലിയ വെയിനാണ് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിവർ ഡാമേജ് ഉള്ള പേഷ്യൻ്റ്, പ്രത്യേകിച്ച് സിറോസിസ് ഉള്ള പേഷ്യൻ്റ്, നമുക്കറിയാം ലിവർ മൊത്തത്തിൽ ഡാമേജ് ആയി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് വരാതെ റെസിസ്റ്റൻസ് വന്നിട്ട് പോർട്ടൽ വെയിനിൽ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള വെയിൻസിലോട്ടായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ എല്ലാം പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്, ഏനൽ വെയിൻസ് ഒക്കെ വീർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വീർക്കുന്നതിനെയാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹെമറോയിഡ്സ് ഉള്ള പേഷ്യൻറ്റിൽ ഇതല്ല കാരണമെന്ന്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അല്ല കാരണമെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലിവറിന് ഡാമേജ് ഇല്ല എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ, എക്സാംസിന് യൂസ്ഫുൾ ആവും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് റീപോസ്റ്റ് ചെയ്യാം. DHA ഹാദ്, MOH, പ്രോമെട്രിക്, NCLEX-RN ഗവൺമെൻറ് എക്സാംസ്, പ്രത്യേകിച്ച് DME, എയിംസ് പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസ്, ക്രാഷ് കോഴ്സസ് 60 hours-ൻ്റെയും അതുപോലെ തന്നെ മിനി ക്രാഷ് ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചേർന്നിട്ട് പാക്കേജ് ആയിട്ടാണ് വരുന്നത്. NCLEX-RN സ്പെഷ്യൽ കോഴ്സുകളും ഉണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്ട് ചെയ്യാം.